Guys, welcome back to my YouTube channel. So today we are going to discussing about what is government. Okay, in the topic എന്താണ് ഗവൺമെൻറ് എന്നുള്ളതാണ്. ഓക്കെ, ഇതൊരു 3-4 പാർട്സ് ആയിട്ടാണ് ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ഫസ്റ്റ് പാർട്ടാണ് വാട്ട് ഈസ് ഗവൺമെൻറ് എന്നുള്ളത്. നെക്സ്റ്റ് പാർട്ട് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഓക്കെ എവറി കൺട്രി നീഡ് എ ഗവൺമെൻറ് ടു മേക്ക് ഡിസിഷൻ ആൻഡ് ഗെറ്റ് things done. This can be decision about where to build a road and school, for how to reduce the price of onion when they get expensive, or way to increase supply of electricity. The government also take action of many socialist, for example. ഓക്കെ, നമുക്കൊരു കൺട്രിയിൽ ഒരു ഗവൺമെൻറ് വേണം എന്നുള്ളത് എന്തിനാണ്? ആക്ച്വലി അത് നമുക്ക് വേണമല്ലേ. ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിസിഷൻ ആയിരിക്കും, ഇന്ന സ്ഥലത്ത് റോഡ് പണിയണം, അല്ലെങ്കിൽ റോഡ് നമുക്ക് പൊട്ടി തകർന്ന് കിടക്കുകയാണെങ്കിൽ അവിടെ റോഡ് റിപ്പയർ ചെയ്യണമെങ്കിൽ ആരുടെ സഹായം വേണം? നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഹെൽപ്പോട് കൂടി മാത്രമേ നമുക്ക് ആ റോഡ് ശരിയാക്കാൻ പറ്റുള്ളൂ. ഇന്ന പ്രോപ്പർട്ടിയിൽ സ്കൂൾ വന്നാൽ നന്നായിരിക്കും, ഇല്ലേ? അപ്പോൾ അതൊക്കെ ഒരു ഡിസിഷൻ നമുക്ക് പറയാം. നമ്മുടെ ഓൺ പ്രോപ്പർട്ടി ആണെങ്കിൽ പോലും നമുക്കവിടെ സ്കൂൾ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഫുള്ളും അറ്റ്മോസ്ഫിയർ നമുക്ക് നോക്കണം, അല്ലേ? ചുറ്റുപാടുമുള്ളൊരു സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെ അപ്ലൈ തരണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഗവൺമെൻറ് ഡിസിഷൻ വേണം, അല്ലേ? നമുക്കല്ലാതെ നമുക്ക് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ടാകും, നമുക്കവിടെ സ്കൂൾ കൊണ്ടുവയ്ക്കാം, അല്ലെങ്കിൽ നമുക്കവിടെ റോഡ് ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കവിടെ വേറെ എന്തെങ്കിലും ഒരു ബിൽഡിംഗ് ചെയ്യാം എന്നുള്ളത് പറ്റില്ല, അല്ലേ? അതിനെന്താണ്? അതിൻ്റെതായ സാങ്ഷൻ കിട്ടണം, അതിൻ്റെതായ അപ്രൂവ്ഡ് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്തും നമുക്ക് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ അതിനൊരു ഡിസിഷൻ എടുക്കുന്നത് ആരാണ്? ഗവൺമെൻറ് ആണ്. ഫോർ എക്സാമ്പിളാണ്, നമുക്കിപ്പോൾ സവാളയ്ക്ക് ഇപ്പം മോസ്റ്റ് എക്സ്പെൻസീവായിട്ട് വില കൂടിക്കാൻ അതെങ്ങനെ റെഡ്യൂസ് ചെയ്യാം, ഇലക്ട്രിസിറ്റിയിൽ എക്സ്പെൻസീവായിട്ട് പെട്ടെന്ന് റേറ്റ് കൂടി എന്ത് ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് അറ്റ് ലാസ്റ്റ് നമ്മൾ ചെന്നെത്തുന്നത് എന്തിൻ്റെ ഇതിലായിരിക്കും? ഗവൺമെൻറ്റൊക്കെയിലേക്ക്. ഇപ്പോൾ ഇലക്ട്രിസിറ്റിയിലൊക്കെ തന്നെ നമുക്ക് കറണ്ട് കൂടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? പവർ കട്ടൊക്കെ നമ്മളിപ്പോൾ സംവിധാനം ചെയ്തിട്ടുണ്ട്, അല്ലേ? അപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ പവർ കട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഇലക്ട്രിസിറ്റിയുടെ ബില്ലൊന്ന് റെഡ്യൂസ് ചെയ്യാനും ഇലക്ട്രിസിറ്റി നമുക്ക് സേവ് ചെയ്യാനും നമ്മളെ കൊണ്ട് സാധിക്കുന്നതായിരിക്കും. സോ ആ രീതിയിലുള്ള പല രീതിയിലുള്ള പ്രോജക്റ്റുകൾ നമുക്ക് കൊണ്ടുവരാനായാലും അത് എന്താ പറയുക, അതിനെ നമുക്ക് അപ്രൂവ്ഡ് ആക്കി എടുക്കാനും അല്ലെങ്കിൽ അത് പ്രാക്ടിക്കൽ ലൈഫിൽ അത് കൊണ്ടുവരാനായിട്ട് നമുക്ക് എന്ത് വേണം? എന്തിൻ്റെ ഹെൽപ്പ് വേണം? ഗവൺമെൻറ്റിൻ്റെ ഹെൽപ്പ് വേണം. സോ ഗവൺമെൻറ് ഡിസിഷൻ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഈച്ച് ആൻഡ് എവറി വൺ. ഓക്കെ, ഒരു എവറി വൺ എന്നുള്ള ഈച്ച് ആൻഡ് എവറി ആക്ഷൻ. ഓക്കെ, the government also take action for many societies. Socialist, for example, or example നോക്കിയാൽ it is several programs to help the poor. It does other important things such as running postal and railway service. പാവപ്പെട്ടവർക്കായാലും പല ജനങ്ങൾക്ക് വേണ്ടി പല രീതിയിലുള്ള പല കാര്യങ്ങൾ നമ്മൾ ഗവൺമെൻറ് ചെയ്യുന്നുണ്ടല്ലേ. ഇപ്പോൾ റണ്ണിങ് പോസ്റ്റൽ സർവീസ് ആയാലും റെയിൽവേ സ്റ്റേഷൻസ് ആയാലും ബസ് സ്റ്റോപ്പിൻ്റെതായാലും ബസ് സ്റ്റാൻഡിൻ്റെതായാലും എല്ലാം തന്നെ നമുക്ക് സോഷ്യൽ സർവീസ് പരമായിട്ടും ഗവൺമെൻറ് പല രീതിയിലുള്ള സഹായങ്ങൾ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. ഓക്കെ, ദ ഗവൺമെൻറ് ആൾസോ ഹാസ് എ ജോബ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് ദ ബോർഡറീസ് ഓഫ് ദ കൺട്രി ആൻഡ് മെയിൻറ്റെയിനിങ് പീസ്ഫുൾ റിലേഷൻ വിത്ത് അതർ കൺട്രീസ്. നമ്മുടെ ഗവൺമെൻറ് എന്താണ്? പല രീതിയിൽ പല ബോർഡേഴ്സ് നമുക്ക് കൺട്രിക്ക് അതിര് വരുത്തിയിട്ട് എന്തിനു വേണ്ടിയാണ്? പീസ്ഫുള്ളായിട്ടും ജനങ്ങൾക്ക് വേണ്ടി തന്നെ വളരെ സമാധാനപരമായിട്ടും മുന്നോട്ട് പോകാൻ വേണ്ടി പല കൺട്രീസുമായിട്ടും പല സ്റ്റേറ്റ്സുമായിട്ടും പല രീതിയിലുള്ള ബോർഡറീസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? ബിക്കോസ് വി നീഡ് ടു ലിവ് എ വെരി പീസ്ഫുൾ ആൻഡ് കാം ലൈഫ്. It is responsible for ensuring that all citizens have enough to eat and good food, health facilities. പിന്നെ അതുപോലെ തന്നെ എല്ലാ വ്യക്തിക്കും ഗവൺമെൻറ് റെസ്പോൺസിബിലിറ്റിയാണ് നല്ല രീതിയിൽ ആഹാരം കിട്ടുക, നല്ല രീതിയിലുള്ള ആരോഗ്യം ഹെൽത്ത് ഫെസിലിറ്റീസ് അവർക്ക് കിട്ടുന്നുണ്ടോ ഇല്ല, മെഡിസിൻ പരമായിട്ടായാലും മെഡിക്കൽ ഫീൽഡിലായാലും നല്ല രീതിയിലുള്ള അവർക്ക് ചികിത്സ, ഒരുപാട് ധനസഹായം, ഒരുപാട് ഫ്രീ ആയിട്ടുള്ള എന്താ പറയുക ഹെൽത്ത് ഇൻഷുറൻസും ആയാലും ഒരുപാട് ഫ്രീ ആയിട്ടുള്ള നമുക്ക് ഇപ്പോൾ മെഡിക്കലിലെല്ലാം തന്നെ നമുക്ക് ഒരുപാട് ഫ്രീ ആയിട്ടൊക്കെ സൗജന്യമായിട്ടൊക്കെ ലഭിക്കുന്നൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടോ? ഉച്ചയ്ക്ക് സ്കൂളിൽ തന്നെ ഉച്ചഭക്ഷണം കിട്ടുന്നുണ്ടോ? സോ അതൊക്കെ ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഓരോ പ്രോജക്റ്റുകളാണ്. സോ അതൊക്കെ എല്ലാം ഫെസിലിറ്റീസ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തം? ഗവൺമെൻറ് തന്നെയാണ്. വെൻ ദെയർ ആർ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ലൈക്ക് സുനാമി ഓർ ആൻ എർത്ത്, ഇറ്റ് ഈസ് എ ഗവൺമെൻറ് ദാറ്റ് മെയിൻലി ഓർഗനൈസ്ഡ് എയ്ഡ് ആൻഡ് അസിസ്റ്റ് ഫോർ ദ അഫക്റ്റഡ് പീപ്പിൾ. ഇപ്പോൾ ഒരു പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് നമുക്കറിയാം, സുനാമി, എർത്ത്, ഫ്ലഡ്, അങ്ങനെ പല രീതിയിലുള്ള നാച്ചുറൽ ഡിസാസ്റ്ററൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം സഹായത്തിന് പറഞ്ഞ് ഓടിയെത്തുന്ന ആര് തന്നെയായിരിക്കും? ഗവൺമെൻറ്റും ജനങ്ങളുമായിരിക്കും, അല്ലേ? സോ അവർക്ക് അതിൻ്റേതായ ആവശ്യത്തിനുള്ള എയ്ഡ്സ്, ഫുഡായാലും മെഡിക്കൽ കിറ്റായാലും അങ്ങനെ വസ്ത്രങ്ങളായാലും ക്ലോത്ത് ആയാലും അങ്ങനെ പല രീതിയിലുള്ള സഹായങ്ങൾക്കും നമുക്ക് ആര് ഓടിയെത്തുന്നുണ്ട്? ഗവൺമെൻറ് എത്തുന്നുണ്ട്. ആർക്ക്? ബാധിച്ചിരിക്കുന്ന ആൾക്കാർക്ക്. ഇൻ കേസ് അവരുടെ വീട് നഷ്ടപ്പെട്ടാൽ പോലും അവിടെ വീട് നഷ്ടപ്പെട്ടാൽ പോലും എന്താണ്? ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റുകൾ കൊണ്ട് അവർക്ക് പുനർനിർമ്മാണം ചെയ്ത് കൊടുക്കുന്നത് ഉണ്ട്. ഓക്കെ, സോ ഇതിനെല്ലാം തന്നെ നമുക്ക് നമ്മുടെ ഒരു കൺട്രിയിൽ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, if there is a dispute or someone of
someone has been committed to crime, you find in a court are also a part of the government. ഇനി ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തി എന്താ പറയുക, ഒരു കമ്മിറ്റഡ് ടു ക്രൈം ചെയ്തു, ഒരു തെറ്റ് ചെയ്തു എന്ന് വെച്ചാലും കോർട്ടുണ്ട്. അപ്പോൾ കോർട്ടും എന്തിൻ്റെ ഭാഗമാണ്? ഗവൺമെൻറ്റിൻ്റെ പാട്ടമാണ്. പെർഹാപ്സ് യു ആർ വണ്ടറിങ് ഹൗ ഗവൺമെൻറ് മാനേജ് ടു ഓൾ ദിസ്. നിങ്ങൾക്ക് എന്താ പറയുക, നമുക്കൊരു അതിശയം തോന്നിക്കും, ഇതെല്ലാം തന്നെ എങ്ങനെയായിരിക്കും ഗവൺമെൻറ് ജനങ്ങളെ കാര്യം നോക്കുന്നു, കോടതിയുടെ കാര്യം നോക്കുന്നു, ഇതൊക്കെ കൂടി ഒരു പേഴ്സണാണോ ചെയ്യുന്നത്? ഇല്ല, ഗവൺമെൻറ് പല രീതിയിലും ഡിവൈഡ് ചെയ്ത്, ഗവൺമെൻറ് സർവീസസ് ആയിട്ട് പല രീതിയിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലേ. അങ്ങനെ ഓരോ പേഴ്സൺസാണ് നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നേറിക്കൊണ്ട് വരുന്നത്. അങ്ങനെയാണ് നമ്മുടെ രാജ്യം വളരുന്നത് തന്നെ. പെർഹാപ്സ് യു ഹാവ് വണ്ടറിങ് ഹൗ ദ ഗവൺമെൻറ് ഹാസ് മാനേജ് ഓൾ ദിസ് ഓൾ. ഓക്കെ, ഫൈൻ. ആൻഡ് വൈ ഇറ്റ് ഈസ് നെസസറി ഫോർ ദം ടു ഡു സച്ച് വെൻ ഹ്യൂമൻ ബീങ്സ് ലീവ് ആൻഡ് വർക്ക് ടുഗദർ ദർ നീഡ് ടു ബി സം എമൗണ്ട് ഓഫ് ദ ഓർഗനൈസേഷൻ ഓഫ് ഡിസിഷൻ ക്യാൻ ബി മെയ്ഡ്. ഇതിൻ്റേതായ ആവശ്യങ്ങളുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല, ഇതിൻ്റേതായ ആവശ്യങ്ങളൊക്കെ വലിയ രീതിയിലുണ്ട്. ഞാൻ പറഞ്ഞു, ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരൊറ്റ പേഴ്സൺ മാത്രമായിട്ടല്ല ഓരോന്ന് ചെയ്യുന്നത്. ഓരോ സെക്ഷനും ഓരോ ഡിവൈഡ് ചെയ്ത് മുനിസിപ്പലും കോർപ്പറേഷൻ, പഞ്ചായത്ത്, അങ്ങനെ പല രീതിയിൽ ഡിസ്ട്രിക്ട് രജിസ്ട്രാർ, സബ് രജിസ്ട്രാർ, അങ്ങനെ പല രീതിയിലും പല കാറ്റഗറിയിലും ഗവൺമെൻറ് സർവീസിനെ പല രീതിയിലും ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. സോ അത് ജനങ്ങൾക്ക് വളരെ വലിയ സഹായം തന്നെയാണ് അല്ലേ എത്തുന്നത്. Next, some rules have been made that apply to everyone. For example, there is a need to control resource and protect the territory of a government so people can feel secure. ചില രീതിയിലുള്ള എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, നമുക്ക് ചില റെസ്യൂസസ് നമുക്ക് ടെറിട്ടറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് ഡു ദിസ് ബിഹാഫ് ഓഫ് ദെയർ പീപ്പിൾ ആൻഡ് എക്സസൈസിങ് ലീഡർഷിപ്പ്, ടേക്കിംഗ് ഡിസിഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് ദിസ് മേക്ക് all people in living in their ടെറിട്ടറി. നമ്മുടെ ടെറിട്ടറിക്ക് താമസിക്കുന്നവർക്ക് എല്ലാ രീതിയിലുള്ള പ്രൊട്ടക്ഷൻസും എല്ലാം തന്നെ അവൈലബിൾ ആണോ എന്ന് സെക്യൂർ ആക്കുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ഓക്കെ, ഫൈൻ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, കീപ് വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു.